നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണ ശരങ്ങൾ എത്രയൊക്കെ തൊടുത്തുവിട്ടാലും മുഖ്യൻ അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുക. നിയമസഭയിലും ഇതേ നിലയിലാണ് ഇക്കഴിഞ്ഞ ദിവസവും കാര്യങ്ങൾ നടന്നത്. CMRL കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും നൽകാത്ത സേവനങ്ങൾക്ക് പണം വാങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് വിജിലൻസ് പരാതിയിൽ സ്വീകരിച്ച നടപടി, മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടും ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നീ ചോദ്യശരങ്ങളാണ് സഭയിൽ രേഖാമൂലം മറുപടി ആവശ്യപ്പെട്ടിരുന്നത്. UDF MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സിദ്ദിഖ്, എൽദോസ് കുന്നപ്പള്ളി, KK രമ, ഉമ തോമസ്, സണ്ണി ജോസഫ്, M വിൻസെന്റ്, K ബാബു, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, റോജി M ജോൺ എന്നിവരാണ് മാസപ്പടിയിൽ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ടത്. നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകേണ്ടതിന് പകരം മുഖ്യമന്ത്രി ഒളിച്ചു കളിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF MLA-മാർ. പക്ഷേ നിയമസഭയിൽ നെഞ്ചുവിരിച്ചു നിന്നെങ്കിലും ഇന്നലെ ക്ലിഫ് ഹൗസിൽ ഒരാൾ പോലും ഉറങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്, അതായത് SFIO-ക്ക് കൈമാറുമ്പോൾ ഇന്നലെ രാത്രി ക്ലിഫ് ഹൗസിൽ നിർണായക ചില കൂടിയാലോചനകൾ നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും തീരുമാനം. തന്റെ കുടുംബത്തെ അഴിക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയുള്ളത്. എന്തെല്ലാം ചോദ്യശരങ്ങളാണ് മുഖ്യൻ നിയമസഭയിലും മറ്റും മറുപടി നൽകാത്തത് കൊണ്ട് കേൾക്കേണ്ടി വന്നത് എന്നുകൂടി ആലോചിച്ചു നോക്കണം. എക്സോലോജിക്കിന്റെ ഉടമ വീണ വിജയൻ എന്ന ടി വീണ, അല്ലെങ്കിൽ തൈക്കണ്ടിയിൽ വീണയാണ്. ആ വീണ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ വീണ്ടും ഒരു ആലോചനയുടെ കാര്യം പോലുമില്ല. പക്ഷേ അതിനെക്കുറിച്ചുള്ള, അതായത് എക്സോലോജിനെ കുറിച്ചുള്ള വിവരങ്ങൾ തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ അതെല്ലാം മറച്ചു വയ്ക്കുകയാണ്. അത് തെറ്റ് ചെയ്തത് കൊണ്ടാണെന്ന് ഉറപ്പുമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങുന്നു, തമാശയായിട്ടാണെങ്കിൽ പോലും, അതെന്താ വീണ വിജയൻ മുഖ്യന്റെ മകളല്ലേ എന്ന്. വെറുതെ ഭാര്യ കമലയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാക്കുകയാണ് മുഖ്യൻ ചെയ്യുന്നതെന്ന് ഈ ചോദ്യങ്ങൾ ചെവിയിലെത്തിയപ്പോഴേ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസിന് നാണക്കേട് മൂലം ബോധം പോയിട്ടുണ്ടാകണം. എന്തായാലും റിയാസും വീണയും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കരക്കമ്പി, അത് ഭയങ്കരമാണ് മുഖ്യ. കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. ഇതിനിടയിലാണ് കേസ് SFIO-യെ ഏൽപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസ്തരുമായെല്ലാം മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ പ്രത്യേക സംവിധാനം ഒരുക്കാനാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. അതിവിശ്വസ്തനായ CM രവീന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രവീന്ദ്രൻ കേസുകളിൽ പ്രതിയാകാതെ രക്ഷപ്പെട്ടത്. ഇതിന് സമാനമായ സംവിധാനങ്ങൾ ഈ കേസിലും എടുക്കും. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കിട്ടിയാലും എല്ലാ വശവും ആലോചിച്ച് മാത്രമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ. സ്പെഷ്യൽ ക്രൈസിസ് ടീമിനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുകയാണ്. ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്താണെന്നറിയാമോ? തനിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു ആരോപണവും ഏശില്ലെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ്. എന്തെല്ലാം കഥകൾ നേരത്തെയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു, ഇപ്പോ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബംഗളൂരുവിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങ, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് എന്നാണ് മുഖ്യമന്ത്രി കുറെ നാൾ മുമ്പ് തട്ടിവിട്ടത്.
വീണയുടെ കമ്പനിയായ എക്സോലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറുന്നതിനിടെ ഉണ്ടാകുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് SFIOയ്ക്ക് കൈമാറുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ബുധനാഴ്ച വൈകിട്ടോടെ പുറത്തിറങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതെന്നടക്കമുള്ള കാര്യങ്ങൾ SFIO അന്വേഷിക്കും. വലിയ സാമ്പത്തിക കുറ്റങ്ങളുടെ അന്വേഷണങ്ങളാണ് SFIOയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്കാണ് നീങ്ങുന്നതെന്നാണ് സൂചന. വീണയെ ക്ലിഫ് ഹൗസിലെത്തി ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ്. കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഒരു സേവനവും ലഭ്യമാക്കാതെ തന്നെ എക്സോലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. 6 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് SFIO അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം. ഇതിനിടെ ക്ലിഫ് ഹൗസിൽ റെയ്ഡിനും സാധ്യതയുണ്ട്. എക്സോലോജിക്കും CMRLും KSIDCയും നൽകുന്ന മൊഴികൾ കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം പ്രതിസന്ധി ഉണ്ടാക്കുന്ന മൊഴികൾ ആരും നൽകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് സാധ്യത. റെയ്ഡിന് സാധ്യതയുള്ളതിനാൽ ക്ലിഫ് ഹൗസിൽ അടക്കം കരുതലുകൾ എടുക്കും. KSIDCയും ജാഗ്രതയിലാകും. നിർണായക വിവരങ്ങൾ പലവട്ടം ആലോചിച്ചു മാത്രമേ കേന്ദ്ര ഏജൻസിക്ക് കൈമാറൂ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണമാണ് നടക്കുന്നതെങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള ഏജൻസികൾ ഏത് ഘട്ടത്തിലും അന്വേഷണം ഏറ്റെടുക്കും. അതുകൊണ്ട് ഇന്നലെ ക്ലിഫ് ഹൗസിൽ ഉറങ്ങാതിരുന്ന് ഈ കേസിലെ വിശദാംശങ്ങൾ പഠിക്കുകയാണ് ചെയ്തത്. ചർച്ചകളിലും കൂടിയാലോചനകളിലും വീണയുടെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തിരുന്നു. റിയാസിന് ഈ ചർച്ചകളിൽ പങ്കെടുക്കാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം ഭാര്യ ആയതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും അത് മന്ത്രിയും കൂടിയായ ഭർത്താവിന്റെ തോളത്ത് ഇരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ROC നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം SFIOയ്ക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ചെയ്തു. ഹർജി 12-ന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. കോടതിയെ ഇക്കാര്യം കേന്ദ്രം അറിയിക്കും. സ്വാഭാവികമായി ഈ കേസ് ഹൈക്കോടതി അവസാനിപ്പിക്കും. ഫലത്തിൽ ഹൈക്കോടതി അംഗീകാരവും അന്വേഷണത്തിന് വരും. ഇതും പിണറായി കുടുംബത്തെ വെട്ടിലാക്കുന്നുണ്ട്. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരവുമുണ്ട്. ആവശ്യമെങ്കിൽ മറ്റ് പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാം. എന്റെ ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച കാശുമായാണ് മകൾ ബംഗളൂരുവിൽ കമ്പനി തുടങ്ങിയത് എന്ന വാദമൊന്നും ഇനി നടക്കുകയില്ല എന്നർത്ഥം. നന്ദി.